ആ ലേഡി ബ്ലോഗർ എന്റെ ജീവിതത്തിൽ എന്നെ പറയാൻ വയ്യാത്ത വാക്കുകൾ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞ് അവസാനം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. കോടതിയിൽ ഇപ്പോൾ കേസ് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് പോലും ഇപ്പോൾ ഞാൻ പബ്ലിക്കിന് മുമ്പിൽ പറയാത്തത്. കോടതി കേസ് നിൽക്കുകയാണ്. കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് പുറത്ത് പറയേണ്ടതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല. കോടതിയിൽ ഇപ്പോൾ അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് ഞാൻ പേടിക്കാനുള്ള കാര്യങ്ങളില്ലെങ്കിൽ ആ വോയിസ് ഒന്ന് ഇട്ടുക, ഞങ്ങളത് റിയാക്ട് ചെയ്തോളാം എന്ന് പറ. ഓക്കെ, അതല്ലാതെ വേറൊന്നുമില്ല. വേറെ ബിഷപ്പിന്റെ കല്യാണം കൊടുക്കാനായിട്ടുള്ള ഒന്നും അതിനകത്തില്ല. മകനെ ഇപ്പം ആരായിരുന്നത് പറഞ്ഞത്? ബിഷപ്പിന് ബിഷപ്പ് എന്നെ കല്യാണം മുടക്കില്ലേ, ഞാൻ കല്യാണം മുടങ്ങി പോകുന്നൊക്കെ പറഞ്ഞ് കുറേ ഡ്രമാറ്റിക്. സത്യം പറഞ്ഞ തീവീടിൻ്റെ സ്വരവാ അതൊക്കെ. ആ അദ്ദേഹത്തിനുള്ള മറുപടിയാണ് ഇത് കേട്ടാ. അപ്പോൾ വ്യക്തത വന്നല്ലോ എല്ലാവർക്കും, കാര്യങ്ങൾ മനസ്സിലായല്ലോ. ചീവീടിന്റെ സ്വരമുള്ള ആ വ്യക്തി ഞാനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചത്. പുള്ളിക്കാരി പറയുന്നത് എന്നോടാണ്, എനിക്കുള്ള ഉത്തരവാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതായത് എന്റെ സൗണ്ട് ചീവീടിന്റെ സൗണ്ട് ആണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. കാരണം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിയാണല്ലോ ഈ ചീവീട്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ചീവീട് എന്ന് പറയുന്നത്. ആ ഒരു ജീവിയോട് എന്റെ സൗണ്ടിനെ ഉപമിച്ച താങ്കൾക്കിരിക്കട്ടെ ആദ്യത്തെ എന്റെ നമസ്കാരം. ഓക്കെ, പിന്നെ ചേച്ചി ഏത് സൗണ്ടാണ് ചേച്ചിക്കുള്ളത് എന്ന് ഞാൻ പറയുന്നില്ല. അത് എന്റെ ഒരു ഇതല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പലർക്ക് പല രീതിയിലുള്ള സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ചിലപ്പോൾ ചീവീടിന്റെ ആയിരിക്കും, ആയിക്കോട്ടെ. ചേച്ചി